സർക്കാർ പരിപാടികളിൽ വന്ദേ മാതരം മുഴുവൻ പാടില്ല, അത് പറ്റില്ല, ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രമേ പാടൂ എന്നാണ് കെ മുരളീധരൻ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കർശനമായ നിർദ്ദേശമാണ് എല്ലാ ചീഫ് സെക്രട്ടറിമാർക്കും ഈ ആഗസ്റ്റ് 15-ന് വന്ദേ മാതരം പാടണം, പൂർണ്ണമായി പാടണം. ഘർ ഘർ തിരങ്ക, അതായത് ഓരോ വീടുകളിലും സ്വാതന്ത്ര്യം വീടുകളിലേക്ക്, അല്ലെങ്കിൽ വീടുകൾ തോറും സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ഘർ ഘർ തിരങ്ക പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന ക്യാമ്പയിനുകളിലും വന്ദേ മാതരം പാടണം എന്ന് കേന്ദ്ര സർക്കാർ കർശനമായി പറയുന്നു. രാജ്യത്തെ 80 വർഷത്തെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ആദ്യമായി ചെങ്കോട്ടയിൽ വന്ദേ മാതരം പാടും. പ്രധാനമന്ത്രി വരുമ്പോൾ വന്ദേ മാതരം പാടുന്നു. എന്നാൽ വളരെ വളരെ രസകരമായ വിവാദമാണ് ഇതിനകത്തുണ്ടാകുന്നത്. വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ പാടണമെന്ന് വിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറി സർക്കുലർ ഇറക്കിയിരുന്നു. അത് വലിയ വിവാദമായി. എന്നാൽ പഴയ പ്രോട്ടോക്കോൾ മാത്രമേ തുടരൂവെന്നാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങളാണ് സാധാരണ ചീഫ് സെക്രട്ടറി സർക്കുലറായി നൽകുന്നത്. പക്ഷേ കേരളത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, ഞങ്ങൾ മുമ്പ് പാടിയിരുന്ന 2 ഖണ്ഡിക മാത്രമേ ഇനിയും പാടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സർക്കാരിൻ്റെ ഏത് പരിപാടിയിലും വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തെ 2 ഖണ്ഡിക മാത്രമാണ് പാടിയത്, അത് മാത്രമേ ഞങ്ങൾ പാടുകയുള്ളൂ മന്ത്രി പറയുകയുണ്ടായി. സ്വാതന്ത്ര്യ ദിനങ്ങളുടെ ഭാഗമായി ഞാൻ സൂചിപ്പിച്ച പോലെ ഹർ ഘർ തിരങ്ക എന്ന് പറയുന്ന ചടങ്ങുകളിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിയുടെ കത്ത് പുറത്തു വന്നത്. വന്ദേ മാതരം നിർബന്ധമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്തും നിർദ്ദേശം നൽകിയത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്. PM ശ്രീക്ക് പിന്നാലെ BJP സർക്കാരിൻ്റെ വിധേയത്വത്തിൽ സംസ്ഥാന സർക്കാർ കടുത്ത പടി കൂടി കടന്നിരിക്കുകയാണെന്ന ആക്ഷേപവുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഇത് സർക്കാർ നിർദ്ദേശമല്ലെന്നും രാജ്ഭവനിലുള്ള നിർദ്ദേശം കൈമാറുകയാണ് ഗവർണർ ചെയ്തതെന്നും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. എന്നാൽ രാജ്ഭവനിൽ നിന്ന്, ലോക്ഭവനിൽ നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം പോയിട്ടില്ല എന്നാണ് ലോക്ഭവൻകാർ പറയുന്നത്. അപ്പോൾ വളരെ കൗതുകമുള്ള രസകരമായ ഒരു കാര്യമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 150-ാം വർഷം ആഘോഷിക്കുന്ന, വന്ദേ മാതരത്തിൻ്റെ 150-ാം വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത്, സ്വാതന്ത്ര്യത്തിൻ്റെ 80-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത്, സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ എല്ലാവരും ആസേത് ഹിമാചലം, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ പാടി പതിഞ്ഞൊരു പാട്ടിനെ എന്തിനാണ് ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ്റുകളായാലും എല്ലാവരും അവരവരുടെ നിലയിൽ അതിനെ വല്ലാതെ ഉപദ്രവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും വരികൾ അതിനകത്ത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിനെക്കുറിച്ചും കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? അത് ഒഴിവാക്കിയില്ലെങ്കിൽ അത് പാടാതെ ബാക്കിയുള്ളത് മാത്രം പാടുമ്പോൾ, അത് ആ ഭാഗം വരുമ്പോൾ വെറുതെ സൈലൻ്റായി നിൽക്കാൻ എന്തുകൊണ്ട് മറ്റുള്ളവർ തയ്യാറാവുന്നില്ല? ഇങ്ങനെ വളരെ വലിയ ചോദ്യമാണ്. ഇതിപ്പോൾ ഒരു സ്റ്റേജിൽ വന്ദേ മാതരം പാടുമ്പോൾ സകല ആളുകൾ അത് ഏറ്റ് പാടിക്കൊള്ളണമെന്നൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു ദേശസ്നേഹവും ദേശഭക്തി ഗാനവും നമുക്കുള്ളവരല്ല. ജനഗണമന പാടുമ്പോൾ തന്നെ എത്രയോ ആളുകൾ വെറുതെ നിൽക്കുന്ന കാണാം. എല്ലാവർക്കും അറിഞ്ഞു പോലും കൂടാ, തെറ്റിച്ച് പാടുന്ന എത്രയോ പേരുണ്ട്. നേതാക്കൾ വരെ തെറ്റിക്കുന്നുണ്ട്, ജനഗണമന തെറ്റിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വളരെ കൃത്യമായി പറയാൻ പറ്റുന്നതല്ല. വളരെ ആവേശത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വന്ദേ മാതരത്തെ നമ്മൾ തെരുവിലിട്ട് അലക്കരുത്. അത് BJPയും വളരെ കൃത്യമായി അത് ആലോചിക്കണം. നിങ്ങൾ ഇതിനു വേണ്ടി ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ 80-ാം വാർഷികത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി ഇത് നടപ്പാക്കുന്നു. ആദേശം വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്തൊരു സമവായം ഉണ്ടാക്കണം. അങ്ങനെ ഒരു സമവായ ചർച്ച, സർവകക്ഷി യോഗം എന്തിനെല്ലാം വിളിക്കുന്നു, ഈ വന്ദേ മാതരത്തിൻ്റെ പാട്ടൊന്ന് ഫൈനലൈസ് ചെയ്യാൻ ഒരു സർവകക്ഷി യോഗം വിളിച്ച് ഗാനം ഫൈനലൈസ് ചെയ്യണം. അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്ദേ മാതരം എന്ന് പറയുന്ന പാട്ടും അത് ആക്ഷേപിക്കലാണ്. അന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ പാട്ട് എഴുതുമ്പോഴും ജനഗണമന രവീന്ദ്രനാഥ ടാഗോർ എഴുതുമ്പോഴും അവരുടെ മനസ്സിൽ ഒരു വർഗീയതയും ഇല്ലായിരുന്നു, ഒരു വിഭാഗീയതയില്ലായിരുന്നു. അവർ ബംഗാളികളായതുകൊണ്ട്, ബംഗാൾ ജനത ദുർഗാദേവിയൊക്കെ പൂജിക്കുന്നവരായതുകൊണ്ടും ആ പാട്ടിൽ അങ്ങനെ വന്നു എന്നുള്ളതാണ്. അല്ലാതെ അദ്ദേഹം ഭാവിയിൽ ഇന്ത്യയിൽ BJPയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷവും മുസ്ലിം ലീഗും ക്രിസ്ത്യാനികളും തമ്മിലടിച്ചോട്ടെ, അതിന് ഞാനൊരു പാട്ട് എഴുതുന്നു എന്ന് പറഞ്ഞൊരു കവി എഴുതിയതല്ല. അതുകൊണ്ട് തന്നെ ആ കവിയുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ ചോദ്യം ചെയ്യരുത്, പാട്ടിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യരുത്. ഏതെങ്കിലും വരി അതിനകത്ത് മാറ്റേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ മത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പാട്ട്, അതാണല്ലോ പ്രശ്നം. ഒത്തുകൊടുക്കാൻ ഇതിനകത്തൊരു ദൈവസങ്കല്പം പറയുന്നതാണല്ലോ വിഷയം. അങ്ങനെയാണെങ്കിൽ
അത് കൃത്യമായി വിഗ്രഹാരാധനയൊന്നും ഇല്ലാത്ത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പള്ളികളിലും മദ്രസകളിലും ഒക്കെ പാടാൻ ബുദ്ധിമുട്ട് വരും മുഴുവൻ. അങ്ങനെയാണെങ്കിൽ ആ ഭാഗം മാറ്റുന്നതിനെക്കുറിച്ചുള്ള ഗൗരവതരമായ ഒരു ചർച്ച, ഒരു സർവകക്ഷി യോഗം കേന്ദ്ര ഗവൺമെൻറ് വിളിച്ചു കൂട്ടണം. എന്നിട്ട് അതിനകത്തൊരു തീരുമാനമുണ്ടാക്കണം. എന്തായാലും ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ അസേത് ഹിമാചല മലയടിച്ചിരുന്ന സ്വാതന്ത്ര്യത്തെ, ഒരു ഗീതത്തെ ഒരു കാരണവശാലും നമ്മൾ തെരുവിലലക്കരുത്, വിവാദങ്ങൾ ഉണ്ടാക്കരുത്. അത് ആരും ചെയ്യരുത്. കാരണം അത് തീർച്ചയായും വലിയ അപമാനമായിരിക്കും, അവഹേളനമായിരിക്കും. സ്വാതന്ത്ര്യ സമര സേനാനികളോട് നമ്മൾ ചെയ്യുന്ന വലിയ അവഹേളനമായിരിക്കും. പാരതന്ത്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. അവരെ നമ്മൾ അവഹേളിക്കരുത്. ഒരു കാരണവശാലും ഇതിനകത്ത് വിവാദങ്ങൾ ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞ പോലെ ആർക്കെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അത് കേന്ദ്ര ഗവൺമെൻറ് വളരെ കൃത്യമായി അതിനനുബന്ധമായ മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യണം. അല്ലാതെ വീണ്ടും വീണ്ടും ഇത് ഓരോ വർഷം കൂടുമ്പോഴും ഇതുപോലെ ഉത്തരവുകൾ വരും. അപ്പോഴൊക്കെ തെരുവിലിട്ട് തലക്കും. അങ്ങനെ തെരുവിലലക്കേണ്ട ഒരു വിഷയമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാരണവശാലും അതിന് കൂട്ടുനിൽക്കരുത്. കാര്യം കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇത് പാടിയതും ആളുകളെ പാടിച്ചതും പഠിപ്പിച്ചതുമെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിനകത്ത് ഈ ട്രാപ്പിൽ ചെന്ന് വീഴരുത്. കൃത്യമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സമ്മർദ്ദപ്പെടുത്തി വേണമെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെക്കോ രാഹുൽ ഗാന്ധിക്കോ ഒരു കത്തുമൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അയക്കാം. അയച്ചിട്ട് ഇതിൽ കൃത്യമായൊരു ചർച്ച നടത്തുകയാണ് വേണ്ടത്. നടത്തി വന്ദേ മാതരം ഫൈനലൈസ് ചെയ്യുകയാണ് വേണ്ടത്. പല സ്റ്റേറ്റുകളിലും ഇത് പാടുന്നില്ല, ചിലയിടത്ത് പാടുന്നു, ചിലയിടത്ത് ഈ വിവാദമുണ്ടാകുന്നു. ഇങ്ങനെ വളരെ വലിയ തർക്കമുണ്ടാകുന്ന ഒരു ഗാനമായി അതിനെ കൊണ്ടുപോകുന്നത് ആർക്കും ഭൂഷണമല്ല.